ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. ചോര വീണൊരങ്കണം എന്ന പേരിൽ ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ വിമത വൈദികർ. അത് വിമതരുടെ ഏകം ന്യൂസിലൂടെ അവർ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരെല്ലാം കണ്ടിട്ടുണ്ടത്. ഈ ക്രിമിനൽ കൂരിയായും മതപോലീസും ചേർന്ന് നടത്തിയ വൈദിക ആക്രമണത്തിനെതിരെ എന്ന പേരിലാണ് ഈ വിമതരുടെ ഏകം ന്യൂസിൽ ഇവർ അത് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത്. ഒരു വിപ്ലവഗാനത്തിന് ചുവട് പിടിച്ച് അല്ലെങ്കിൽ വിപ്ലവഗാനം തോന്നിക്കുന്ന തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. അതിനകത്ത് അതിൻ്റെ തുടക്കം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ഇല്ലേ, ചോര വീണൊരങ്കണം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടിൽ അത് കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു വരി ഇങ്ങനെയാണ്. ആ പാട്ടിൽ വരി: അമ്മ വീട്ടിൽ വന്ന ഞങ്ങളെ രന്യരായതെങ്ങനെ, വലിച്ചെറിഞ്ഞതെങ്ങനെ, അപ്പൻ എന്തിനാണ് മക്കളെ ഭയന്നൊളിച്ചത്, മണ്ണിലിട്ടിഴച്ചത്. അമ്മ വീട്ടിൽ വന്ന ഞങ്ങൾ അന്യരായതെങ്ങനെ, ഞങ്ങളെ വലിച്ചെറിഞ്ഞതെങ്ങനെ, അപ്പൻ എന്തിനാണ് മക്കളെ ഭയന്നൊളിച്ചത്, മണ്ണിലിട്ടിഴച്ചത്. ഇതാണ് ആ പാട്ട്, ഈ ഏകത്തിൽ വന്നിരിക്കുന്ന പാട്ടിൻ്റെ ഒരു വരി. എനിക്കൊരു സംശയം, ഈ 21 വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അതിമെത്രാസന മന്ദിരത്തിൽ വന്നതുപോലെയാണോ നിങ്ങളുടെ അമ്മ വീട്ടിൽ പോകുക? പാത്തും പതുങ്ങിയും പിൻവാതിലൂടെ കള്ളന്മാരെ പോലെ, കവർച്ചക്കാരെ പോലെ വന്ന പാടെ കുട നിവർത്തി ഈ CC ക്യാമറകളൊക്കെ മറച്ച്, പിന്നെ തീറ്റയും കുടിയുമായി ബഹളം വെച്ച് തെറി പറഞ്ഞ് തുണിപ്പൊക്കി കാണിച്ച് സഭ നിയമിച്ച കൂരിയായ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞ് അവരെ ആക്രമിക്കാൻ ഒരുങ്ങി, അവർക്ക് സംരക്ഷണം ഒരുക്കുമെന്ന പോലീസിനെ പ്രകോപിപ്പിച്ച് അവരെ ഉന്തിത്തള്ളി മാറ്റി ഇറങ്ങി ഓടി ഭ്രാന്തന്മാരെ പോലെ മരത്തിൽ ചെന്ന് ഇടിച്ച് വീണ് അങ്ങനെ 3-4 ദിവസം അവിടെ കുത്തിയിരിക്കുക. തേറി പറഞ്ഞിട്ട് അവിടെ കുത്തിയിരിക്കുക. എന്നിട്ട് പുറത്ത് പറയുക പ്രാർത്ഥനായജ്ഞം എന്ന് പറയുക. പ്രാർത്ഥനായജ്ഞം ഒരു കൊന്ത പോലും ചൊല്ലാതെ ഇങ്ങനെയാണോ നിങ്ങൾ അമ്മ വീട്ടിൽ ചെല്ലുക? നിങ്ങൾ ആരെങ്കിലും അമ്മ വീട്ടിൽ ഇങ്ങനെയാണ് പോകാറ്? ഈ 21 വൈദികരും അവരെ പിന്തുണയ്ക്കുന്നവരും അമ്മ വീട്ടിൽ ഇങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് അവരാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് നിങ്ങളോട് ധാർമ്മികത പ്രസംഗിക്കുന്നത്, മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പറയുന്നത്. ഇങ്ങനെ അക്രമം കാണിക്കുക, കവർച്ചക്കാരെ പോലെ കയറി ചെല്ലുക, പ്രാർത്ഥനയജ്ഞം എന്ന നുണ പറഞ്ഞിട്ട് അവിടെ തെമ്മാടിത്തരം കാണിക്കുക, അസഭ്യം പറയുക. ഇവരുടെ കൊന്ത അസഭ്യമാണോ, തെറിയാണോ? ഈ തുണിപ്പൊക്കി കാണിക്കലാണോ അവരുടെ പ്രാർത്ഥന? അല്ല, നിങ്ങൾ ഇങ്ങനെയാണ് അമ്മ വീട്ടിൽ പോണേ. ഇവർ പറഞ്ഞ അമ്മ വീട്ടിൽ പോയി എന്നാ പറയണേ. അമ്മമാർ പേടിച്ചു പോകുമല്ലോ ഇങ്ങനെ വന്നാൽ. അതുകൊണ്ടാണ് നിങ്ങൾ അന്യരായത്. നിങ്ങൾ പോകേണ്ട തരത്തിലല്ല പോയത്. പെരുമാറ്റത്തിനൊരു മര്യാദയില്ലേ? ആ മര്യാദ നിങ്ങൾ കാണിച്ചില്ല. നിങ്ങളോട് എത്രയോ പ്രാവശ്യം സമാധാനത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് പോ. അങ്ങനെ 3-4 ദിവസം കാത്തിരുന്നിട്ടല്ലേ നിങ്ങളെ എടുത്തു പൊക്കിക്കൊണ്ട് പോയത്? അല്ല, അങ്ങനെയല്ല വേണ്ടത്. ഇങ്ങനെ തോന്നിയാസം കാണിക്കുക, അക്രമം കാണിക്കുക. ഈ കൂരിയാലുള്ള ആളുകൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെയാണ് ചെയ്തത്. എല്ലാവരും നമ്മുടെ വീട്ടിൽ ആക്രമണകാരികൾ വന്ന് നമ്മൾ എന്താ ചെയ്യുക? പോലീസിനെ അറിയിക്കണം. തിരിച്ചു തല്ലല്ലോ വേണ്ടത്. നമ്മൾ പോലീസിനെ അറിയിക്കണം. പോലീസിനെ അറിയിച്ചോ? അതാണ് അവർ ചെയ്തത്. കൂരിയാല അംഗങ്ങൾ ചെയ്തത് നമ്മളെല്ലാവരും മര്യാദക്കാർ ചെയ്യുന്ന പോലെയാണ്. അക്രമം കാണിച്ചത് 21 വൈദികരും അവരെ പിന്തുണയ്ക്കുന്നവരുമാണ്. പിന്നെ ഇവർ ചോദിക്കണം, അപ്പൻ എന്തിനാണ് മക്കളെ ഭയന്നൊളിച്ചത്? നിങ്ങൾക്കറിയില്ല എന്തിനാണ് അപ്പന്മാരെ ഭയന്നൊളിക്കണേ? മദ്യം, മയക്കുമരുന്ന്, വെളിവില്ലാതെ മക്കള് അപ്പനെ ആക്രമിക്കാൻ വന്നാൽ അങ്ങനെ വന്നാൽ പേടിച്ചൊളിക്കുകയല്ലേ ചെയ്യുക? ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു ചെന്താമരയോ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഏതാണ്ട് അതുപോലെയല്ലേ നമ്മുടെ ഈ വിമത വൈദികരെ കാണിക്കുന്നതും അവർക്ക് പിന്തുണയ്ക്കുന്നവരും. മദ്യം, മയക്കുമരുന്ന്, അങ്ങനെയുള്ള സകല വെളിവില്ലായ്മയും ചെയ്തിട്ട് അപ്പൻ ആക്രമിക്കാൻ വന്നാൽ അപ്പന്മാർ ഭയം നൊളിക്കില്ലേ? പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. ഈ വന്നവര്, ഈ വിമത വൈദികര് സഭയുടെ മക്കളാണോ എന്ന് അപ്പന് സംശയമുണ്ട്. ഈ വിമത വൈദികരും അവരെ പിന്തുണയ്ക്കുന്നവരും കത്തോലിക്ക സഭയുടെ മക്കളാണോ എന്ന് അപ്പന് സംശയമുണ്ട്. അതുകൊണ്ടാണ് അപ്പൻ ഭയന്നൊളിച്ചത്. ഈ അപ്പൻ്റെ മക്കള് ദൈവജനത എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ദൈവപിതാവിൻ്റെ മക്കൾ ഇങ്ങനെ പെരുമാറില്ല. ഇല്ലേ? ഈ കർത്താവിശ്വാസിക്ക് ഭയന്നൊളിച്ചിട്ടുണ്ട്. ബൈബിളിൽ വായിച്ചിട്ടില്ല എത്ര പ്രാവശ്യമുണ്ട്? അവൻ അവരുടെ ഇടയിലൂടെ ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ യഹൂദരെ ഭയന്ന് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ബഥാനിയയിൽ പോയി താമസിച്ചിട്ടുണ്ട്. ലത്തീൻ സഭയിലാണെങ്കിൽ അതിങ്ങനെ മറച്ചു വെക്കും. ഈ വലിയ നോമ്പ് ഈസ്റ്ററിന് മുമ്പുള്ള ആഴ്ചകളിൽ കർത്താവ് മറഞ്ഞു, സമയമാകാതെ ഇങ്ങോട്ട് വരണ്ടാന്ന് തീരുമാനിച്ചവൻ.
ഹി വിഡ്രൂ, അവൻ പിൻവാങ്ങി എത്രയും പ്രാവശ്യം കണ്ടിരിക്കുന്നു. അതായത് ജനങ്ങൾ അക്രമാസക്തരാകുമ്പോൾ കർത്താവ് പിൻവാങ്ങും. 3 പ്രാവശ്യമെങ്കിലും മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെ കാണാം. പിൻവാങ്ങി കർത്താവ് പിൻവാങ്ങി. അതായത് അവിടെ ആക്രമണത്തിന് ആക്രമണമല്ല എന്ന് കരുതുകയാണ്. ഈ വിമത വൈദികർ കത്തോലിക്ക സഭയുടെ മക്കളാണോ എന്ന് ദൈവപിതാവിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് അപ്പൻ ഭയന്ന് വിളിക്കുന്നത്. അപ്പൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്യില്ല. ഈ വിമത വൈദികരെ നശിക്കാതിരിക്കാൻ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം, ഒരുപാട് ഉപവാസം എടുക്കണം, തപസ്സുകൾ ചെയ്യണം. അല്ലെങ്കിൽ അവർ നിത്യ നരകത്തിൽ പോകും, ഒരു സംശയം വേണ്ട. നമുക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂട്ടാം. അവർക്ക് മാനസാന്തരം വരില്ല എന്നതൊന്നും പറഞ്ഞ് പ്രാർത്ഥന മുടക്കരുത്. നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ഈ വിമത വൈദികർ വെളിവില്ലാതെ ഭ്രാന്തന്മാരെ പോലെ കർത്താവിനെയും കർത്താവിൻ്റെ സഭയും നശിപ്പിക്കാൻ ആരുടെ കയ്യിൽ നിന്നോ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയും സഭ നിലനിൽക്കുന്നതിന് വേണ്ടിയും സഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ വരാനും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ എതിർക്കാനായുള്ള ശക്തി നമുക്കുണ്ടാകാനും നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.